ഇവിടെ ഒരു എത്നോഗ്രാഫിക് മ്യൂസിയത്തിലാണ്, ഒരു വില്ലേജ് മ്യൂസിയം എന്നാ പേര്. പല പല കാലഘട്ടത്തിൽ കുറേ വില്ലേജ് ഹൗസസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അവരിവിടെ ചെയ്തിട്ടുണ്ട് പല പല കാലഘട്ടത്തിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ചർച്ച് കാണണമെങ്കിൽ അത് 1775 ചർച്ചാണ്. അപ്പം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൾച്ചറുകൾ, അപ്പം അതിനെക്കുറിച്ചുള്ളൊരു മ്യൂസിയമാണ്. ഇത് വളരെ വലിയൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ വളരെ കുറച്ച് പോർഷനേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പല പല നാട്ടുകളിലെ പല പല സെഞ്ച്വറീസിൽ അവർ നിർമ്മിച്ച വില്ലേജ് ഹൗസസ്, പിന്നെ അവരുടെ ആ ഒരു ഇറിഗേഷൻ സിസ്റ്റംസ് ഇല്ലേ, അത് അപ്പുറത്തെ സൈഡിലാണ്, അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആ ഒരു ഇറിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, കിണറുകളുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ പല പല ഹൗസ് ഹോൾഡ്സിന് ഒരു കിണറാവുമല്ലോ കോമൺ ആയിട്ട്. ഈ ഒരു കിണറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും വീടുകളൊക്കെ ഉണ്ടാക്കുക. ഇതാ കണ്ടോ, ഇവിടെ കാണിച്ചു തരാം. ഈ കണ്ടോ ഈ ഒരു ഫ്ലാഗ്. ഇവിടെ നല്ല മഞ്ഞാണേ, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പോൾ. കൃഷിയുടെ ആയുധങ്ങൾ, പല പല നമുക്കറിയാത്തതും പരിചിതമല്ലാത്തതും, പക്ഷെ നമ്മളുടെ മുന്നേ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വലിയ പരിചിതമല്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റി, സന്തോഷം തോന്നുന്നു. ഹൗസ് ഹോൾഡ് 18th സെഞ്ച്വറി കണ്ടോ, ആരുടെ ഒരു ഹൗസാണ് അതൊക്കെ നമുക്കിതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് അവർ തന്നെ ആ ഒരു രീതിയിൽ ഫർണിഷ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഫയർ പ്ലേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, സ്റ്റോറേജ് സ്പേസ്, വിറകൊക്കെ മേ ബി സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളായിരിക്കാം. അപ്പം ഇതിങ്ങനെ ഇരിക്കണം. നമുക്കിവിടെ ഒന്ന് കയറിയിട്ട് ഉള്ളിൽ എന്താണെന്ന് ചെറുതായിട്ട് നോക്കാം. ചിലപ്പം കാണാൻ പറ്റും. വാതിലടച്ചിട്ടിരിക്കുകയാണേ, കണ്ടോ, ഇവിടെ കണ്ടോ. ഇതാണ് അപ്പോൾ ഒരു 18th സെഞ്ച്വറി ഹൗസ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നില്ലേ? പക്ഷെ അത് കാണാൻ പറ്റുന്നല്ലേ. ഈ സൈഡിൽ കാണുന്നതാണ് ഫയർ പ്ലേസ് കേട്ടോ. പക്ഷെ എന്താ അല്ലേ